ഉണ്ടായിട്ടും നീതി ലഭിച്ചിട്ടില്ലെന്ന ഓർത്തഡോക്സ് സഭ. സഭാതർക്കം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന യാക്കോബായ വിഭാഗം. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുന്നണികൾക്ക് സഭകളുടെ നിലപാടും നിർണായകമാണ്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ സുനോദോ സെക്രട്ടറി യുഹാനോസ് മാർ ദിയോസ്കോറസ് മെത്രാപ്പോലിത്ത ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കുക. നീതി നിഷേധം തന്നെയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നീതി നിഷേധം തന്നെയാണ് വർഷങ്ങളായി ഓർത്തഡോക്സ് സഭ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇപ്പോൾ അവസാനമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ചർച്ചകളിൽ നിന്ന് അവർ തന്നെ സ്വയം പിന്മാറി തെരുവിലേക്ക് അത് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു സമയത്തെ ഈ ഒരു രീതിയെ ഓർത്തഡോക്സ് സഭ സമീപിക്കുന്നത്? ഓർത്തഡോക്സ് സഭ അതിന്റെ ഈ സമീപകാല ചരിത്രങ്ങൾ, സമീപകാലം എന്ന് പറഞ്ഞാൽ 2017 ശേഷമുള്ളതല്ല, അതിന് മുമ്പുള്ള ചരിത്രങ്ങൾ പോലും പരിശോധിക്കുമ്പോൾ ഒരുപാട് നീതി നിഷേധമാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. സഭയ്ക്ക് നീതിന്യായ കോടതികളിൽ നിന്ന് മാത്രമാണ് നീതി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറമായ എല്ലാ തലങ്ങളിൽ നിന്നും വളരെ കഠിനമായ നീതി നിഷേധമാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങളത് അതിനോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊരു സ്ഥിരം പരിപാടിയാണ്. കാരണം നമ്മുടെ രാജ്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊരു ധാരണ സൃഷ്ടിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് നീതിന്യായ കോടതിയിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി കൊണ്ട് കാര്യങ്ങൾ പൂർണ്ണമായി അത് നടപ്പിലായി സമാധാനപൂർവ്വം മുന്നോട്ട് പോകാവുന്നതാണ്. ഇപ്പൊ ഒരു വിധി വന്നു കഴിയുമ്പോഴാണ് വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അതിന് ഏതെല്ലാം തരത്തിലുള്ള ലൂപ്ഹോൾസ് കണ്ടുപിടിക്കാമോ അത് മുഴുവനും കണ്ടുപിടിച്ചിട്ടും പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നവർ തന്നെയാണ് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു യാഥാർത്ഥ്യം. നിയമ യുദ്ധം ആ വാക്ക് അനുഭവിക്കുന്ന പ്രത്യേക രീതിയിലാണ്. ഇതിനായ കോടതികളിലെ വ്യവഹാരങ്ങൾ ദീർഘകാലയളവ് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ധാരാളം വാദപ്രതിവാദങ്ങൾ ഉണ്ടായി വന്ന ഒരു വിധിയാണ്. അത് കോടതിയിൽ നിന്നൊരു വിധി വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ മേലെ അപ്പീൽ പോവുകയും കൊറേറ്റീവ് പെറ്റീഷൻ പോവുകയും ക്ലാറിഫിക്കേഷൻ പെറ്റീഷൻ പോവുകയും അങ്ങനെ നിരവധി രീതിയിലുള്ളതായ അപേക്ഷകൾ പോവുകയും അവിടെ എല്ലാം പരാജയം സ്വീകരിച്ചവര് അവിടെ പരാജയം സ്വീകരിച്ചത് ഇപ്പോൾ തെരുവ് യുദ്ധത്തിന് ഇറങ്ങുന്ന ഒരു പ്രതീതിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോടൊന്നും കാര്യമായിട്ട് പ്രതികരിക്കണ്ട എന്ന ഒരു ധാരണയാണ് ഇപ്പം എന്നെ പോലുള്ള ആളുകളുടെയൊക്കെ മനസ്സിലുള്ളത്. ഇപ്പം വന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് അതിന് മറുപടി പറയുന്നത് മാത്രമേ ഉള്ളൂ. നിയമയുദ്ധങ്ങൾ തോൽക്കുമ്പോൾ തെരുവ് യുദ്ധങ്ങൾ വലിച്ചഴക്കുന്നത് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോടും കോടതികളോടും അവയിൽ പുറപ്പെട്ടു വരുന്ന നിയമങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. മറ്റൊരു കാര്യം, അടുത്തിടെ ഈ ഒരു സഭാതർക്കം ഒരു സജീവ ചർച്ചയാക്കി മാറ്റിയത് ഈ സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തൊരു സത്യവാങ്മൂലം. ഒരു പരിധിവരെ ഓർത്തഡോക്സ് സഭയും സർക്കാർ വിളിച്ച ഒരു സമാധാന ശ്രമങ്ങൾക്ക്, അതിനെ ചർച്ച എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സമാധാന ശ്രമങ്ങൾക്ക് ഓർത്തഡോക്സ് സഭയും മുൻകൈ എടുത്തിരുന്നു. ഓർത്തഡോക്സ് സഭയും വളരെ സജീവമായിട്ട് തന്നെ പങ്കെടുത്തിരുന്നു. ആ സമയത്താണ് നിങ്ങൾ അവിടെ അവതരിപ്പിക്കാത്ത പല കാര്യങ്ങളും സർക്കാർ ഹൈക്കോടതിയിൽ ഒരു അഫിഡവിറ്റ് ആയിട്ട് തന്നെ കൊടുത്തത്. ഒരു പക്ഷെ സർക്കാരിനോട് പല കാര്യങ്ങളിലും എതിർപ്പുണ്ടെങ്കിൽ പോലും ഈ ഇത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾക്ക് സഹകരിച്ചിരുന്ന ഓർത്തഡോക്സ് സഭ ആ ഒരു സത്യവാങ്മൂലത്തോടുകൂടി വളരെ രീതിയിൽ പിൻവാങ്ങുന്നുണ്ടായി. അത് സഭയെ വലിയ രീതിയിലൊരു അല്ലെങ്കിൽ സഭയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായി പോയി അത്തരത്തിലുള്ള സത്യവാങ്മൂലം സർക്കാരുകൾ. കേരള സർക്കാരുകളില് നമ്മുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ മലങ്കര സഭയ്ക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ കാല സർക്കാരുകൾ ഏകദേശം ഇതുപോലെയുള്ള ചില നയങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളില്ല. എങ്കിലും സമൂഹത്തിൽ ജീവിക്കുന്ന നിയമം അനുസരിച്ച് പോകേണ്ട ഒരു സമൂഹമാണല്ലോ നമ്മൾ എന്ന് വിചാരിച്ചാണ് കുറച്ചുകൂടി നമ്മളുകൂടി ഇനിഷ്യേറ്റീവ് എടുത്താണ് ഈ ഇപ്പോഴത്തെ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആ ചർച്ചകളുടെ ഇടയിൽ ഒരു സത്യവാങ്മൂലം എന്ന പേരിൽ ഒരു ഞങ്ങൾ പറയാത്തതായ കാര്യങ്ങൾ ചേർത്ത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചത്.
അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന വിഷയമാണ്. അത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. മിനിറ്റ്സ് എന്ന രീതിയിൽ ഒരു ഈ അപ്പൻഡിക്സ് അല്ലെങ്കിൽ അനക്സ് അതിനും കൂടെ ഉണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് ഞാൻ കണ്ടത്. അത് മുഴുവൻ വായിച്ചു നോക്കി. ആ മിനിറ്റ്സിനകത്തൊന്നും അങ്ങനെ കാര്യമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളൊന്നുമില്ല. അത് ചർച്ചകൾ നടത്തിയപ്പോൾ ചർച്ചകളിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ മിനിറ്റ്സിൽ വെച്ചിരിക്കുന്നുണ്ട്. തീരുമാനമല്ലല്ലോ അതൊന്നും ഒരു തീരുമാനമല്ലാതെ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ മിനിറ്റ്സിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ആശങ്കകളില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്നാൽ അതിന് വന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. കാരണം ഈ ചർച്ച തുടങ്ങിയപ്പോൾ ആദ്യ ദിവസം തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ്, ഈ ചർച്ചകൾ കൊണ്ട് നീതിന്യായ കോടതിയുടെ വ്യവഹാരങ്ങളെയോ അവിടെ നിന്നുണ്ടാകുന്ന വിധികളെയോ തടസ്സപ്പെടുത്തുന്ന ഒരു പരിപാടി ഉണ്ടാകരുത് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ആ ഒരു പരാമർശം ഉണ്ടായില്ല. ആ മിനിറ്റ്സിനകത്ത് കാണുന്നില്ല. അത് സാരമില്ല. കാരണം തെറ്റുകളൊന്നും മിനിറ്റ്സിനകത്ത് എഴുതാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് പറയണല്ല. എന്നാൽ ഈ പറയാത്തതും സമ്മതിക്കാത്തതുമായ ഒരു കാര്യം സത്യവാങ്മൂലം എന്ന രീതിക്ക് കോടതിയിൽ എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് സർക്കാർ വന്നാലും അവരുടെ ലക്ഷ്യം മറ്റു പല കാര്യങ്ങളും ആകുന്നു എന്നുള്ള ആ ഒരു ചിന്ത ഞങ്ങൾക്കുണ്ട്. അത് ഒരു പുതിയ ചിന്താഗതിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അധികമൊന്നും ഇനി പ്രതികരിച്ചിട്ട് കാര്യമില്ല, പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക, നീതിന്യായ കോടതികൾ എന്ത് പറയുന്നു അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു പോവുക എന്ന ഒരു ധാരണ ഇപ്പോൾ സൃഷ്ടിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ ഈ അതിനകത്ത് വന്ന പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ, ആ സത്യവാങ്മൂലത്തിൽ വന്ന പോയിന്റുകൾ, അതായത് ഓർത്തഡോക്സ് സഭ എന്താണ് നീതിന്യായ കോടതിയുടെ വിധിയിൽ മേലൊരു ചർച്ച നടത്തി, അല്ലെങ്കിൽ അങ്ങനെ ചർച്ച നടത്തി സമാധാനത്തിന് മുൻകൈ എടുക്കാൻ ഓർത്തഡോക്സ് സഭ സമ്മതിക്കുന്നതാണ് ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ വലിയ രീതിയിലൊരു തെറ്റിദ്ധരിപ്പിക്കലല്ലേ എന്നുള്ളത്. ഈ കോടതിയിൽ നിന്നൊരു വിധി വരുന്നതിന് മുമ്പുള്ള ചർച്ചയാണെങ്കിൽ അത് മനസ്സിലാക്കുക. ഈ പറയുന്നത് ഒരു സൊല്യൂഷന് വേണ്ടി നമുക്ക് ഓൾറെഡി ഒരു വ്യക്തമായ നിർദ്ദേശങ്ങൾ അടങ്ങിയതായ ഒരു സൊല്യൂഷൻ ബഹുമാനപ്പെട്ട കോടതി തന്നെ നൽകിയിട്ടുണ്ട്. 2017 ജൂലൈ മാസം 3-ാം തീയതി വിധി മാത്രമല്ല, അതിനെ തുടർന്ന് കട്ടത്തലപ്പള്ളിയുടെ വിധി വന്നപ്പോൾ ആ വിധിയെ വീണ്ടും ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് കണ്ടനാട് പിള്ളയുടെ വിധി വന്നപ്പോൾ ഉറപ്പിക്കുക മാത്രമല്ല, ഇതിനപ്പുറമായ വേറെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് കണ്ടനാട് പള്ളിയുടെയും വരിക്കോലി പള്ളിയുടെ ഒക്കെ വിധി വന്നപ്പോൾ അതിനകത്ത് ഉണ്ട്. അപ്പൊ കോടതിയിൽ നിന്ന് ഉണ്ടാകുന്ന വിധികൾ വ്യക്തതകൾ കുറച്ചുകൂടെ വരുത്തി നൽകുന്നതായ വിധികളാണ്. പിന്നെ അതിന്റെ മേലെ നമ്മളിനി എന്താ ചർച്ച ചെയ്യാനാണ്? അത് ഞങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. കാരണം ഒരു കാര്യം, ഈ 2017 ജൂലൈ 3 വിധിയുടെ ആ പുസ്തകത്തിൽ ഒരു വിധി മാത്രമല്ല എഴുതുന്നത്, അതിന് പ്രൊസീജിയർ കൂടി എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, കോടതി കക്ഷികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഇത് പരസ്പരം ചർച്ച ചെയ്ത് തീർത്താൽ പോരെയോ എന്ന്. കോടതി കക്ഷികളോട് ചോദിക്കുന്ന ചോദ്യം അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് പക്ഷത്തിന്റെ മറുപടി വേണമെങ്കിൽ അങ്ങനെ ആകാം, ചർച്ചകളിലൂടെ ആകാം എന്നാണ്. എന്നാൽ മറുഭാഗം പാത്രികീസ് പക്ഷം പറഞ്ഞത്, ഞങ്ങൾ കോടതിയിൽ പരിപൂർണ വിശ്വാസമാണ്, കോടതി എന്ത് വിധിക്കുന്നുവോ അത് പാലിച്ചു പോകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞാണ് പിന്നെ വാദങ്ങൾ മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞ് ദീർഘനാളത്തെ വാദങ്ങളും വ്യവഹാരങ്ങളും എല്ലാം പൂർത്തീകരിച്ചാണ് ഈ 2017 ജൂലൈ മാസത്തിലെ വിധി വന്നിരിക്കുന്നത്. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞാണ്, എനിക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു നാണം തോന്നാറുണ്ട്. കാരണം ഇത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്തതായ ഒരു സമൂഹം ഉണ്ടല്ലോ എന്ന ഒരു തോന്നലാണുള്ളത്. അത് കള്ളം പറയുന്നതാണെങ്കിൽ മനസ്സിലാക്കാം. നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതായി പറയുന്നത് ഒരു കോടതി വിധിന്യായത്തിൽ വന്നിരിക്കുന്ന കാര്യം അതുപോലെ എഴുതി വെച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്, അതല്ലാതെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് പറയുന്ന കാര്യങ്ങളല്ല. അത് എന്നെ വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാമല്ലോ. അങ്ങനെയുള്ള ഒരു ചലഞ്ചൊന്നും സാധാരണ ഉണ്ടാകാറില്ല. അതിന് പകരമായിട്ട് വ്യക്തിഹത്യകളാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ നേരെ ചലഞ്ച് ചെയ്യാതെ അതിനെ വളച്ചൊടിച്ച് വ്യക്തിഹത്യകളും ദുരാരോപണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളിനെ മോശമാക്കാനുള്ള പ്രവണതകൾ സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇതാണ് നമുക്ക് സമൂഹം എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് ചില സമയത്ത് തോന്നിപ്പോകുന്നത്. ഈ നീതിന്യായ കോടതി ഒപ്പമുണ്ട്, പക്ഷെ അത് നടപ്പാക്കേണ്ട അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സർക്കാർ
ഒപ്പമില്ലാത്തൊരു അവസ്ഥ ഓർത്തഡോക്സ് സഭയ്ക്കുണ്ട്. പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു പക്ഷപാതിത്വം ഈ ഒരു വിധിയിൽ ഓർത്തഡോക്സ് സഭ നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് ആ ഭാഗത്തെ എതിർഭാഗത്തെ പിന്തുണച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭയെ പിന്തുണയ്ക്കാതെയുള്ള ഒരു സമീപനം അത് ഉണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ സർക്കാരുകളുടെ സ്റ്റാൻഡ് നമ്മുടെ ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ തന്നെ, നമ്മൾ ഇപ്പോഴത്തെ സർക്കാരിന്റെ തന്നെ എടുത്ത് നമുക്കൊരു കാഴ്ച കാണാൻ കഴിയും. പല കാര്യങ്ങളും ഒന്നുകിൽ വാദിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടിയോ സർക്കാർ തന്നെയാണ് കോടതിയിൽ പോയിക്കൊണ്ടത്. അതൊരു ഒരു വല്ലാത്ത സാഹചര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ട് കക്ഷികൾ തമ്മിൽ ഒരു വാദം, ഒരു വ്യവഹാരം ഉണ്ടാകുമ്പോൾ സർക്കാർ അതിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിനോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. സഭാ കേസിൽ മാത്രമല്ല ഞാനീ പറയുന്നത്. ഇപ്പൊ ഇന്നത്തെ പത്രത്തിലുണ്ട് ഒരു പ്രധാനപ്പെട്ട വാർത്ത, സർക്കാരിന് തിരിച്ചടി എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. അത് ഈ ജനത്തിന്റെ വോട്ട് മേടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത് അധികാരത്തിൽ കയറുന്നവർക്ക് എന്തുകൊണ്ട് അവർ ചെയ്യുന്ന സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം. ഞാൻ ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഇതിനു മുമ്പുള്ള സർക്കാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. സത്യത്തിൽ ഇതിനെതിരെ നമ്മളല്ല ശബ്ദിക്കേണ്ടത്. ഇതിനായി കോടതികൾ തന്നെ ഇത് അതിന് വേറെ ചില മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് എന്റെ ധാരണ. എന്തുമാത്രം പണമാണ് പാവപ്പെട്ട ജനത്തിന്റെ നികുതി എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നത് സർക്കാരിന് പൊതു ഗുണമുണ്ടാകുന്ന എന്തെങ്കിലും വിഷയങ്ങളാണെങ്കിൽ മനസ്സിലാക്കാം. ഇത് ചില വ്യക്തികളുടെയോ ചില ഗ്രൂപ്പുകളുടെയോ ഒക്കെ ഇൻട്രസ്റ്റ് പാലിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില പരിപാടിയാണ്. ഇപ്പൊ ഈ പെരിയാർ കൊലക്കേസ്, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ അല്ലെങ്കിൽ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതൊരു കൊലപാതകം സംബന്ധിച്ച വിഷയമാണ്. അതിനകത്ത് ഒരു ഭരണത്തിലിരിക്കുന്നവർക്ക് അതിനകത്ത് എന്താണ് സർക്കാർ പ്രതികൾക്കൊപ്പം വാദികൾക്കൊപ്പം നിൽക്കേണ്ട കാര്യമില്ല. സർക്കാർ ആരെയും കൂടെ നിൽക്കേണ്ട കാര്യമില്ല. കാരണം അത് കോടതിയാണ് നിശ്ചയിക്കുന്നത് ആരാണ് തെറ്റ് ശരി എന്നുള്ളത്. കോടതി കോടതി ഒരു ദിവസം കൊണ്ടൊന്നും അല്ലല്ലോ ഈ വിധികളൊന്നും നടത്തുന്നത്. ഇപ്പം മലങ്കര സഭയുടെ കേസ് എന്ന് പറയുന്നത് ഇപ്പം 2017 ജൂലൈ മുതൽ വിധി തന്നെ വന്നത് ഏകദേശം 40 വർഷത്തെ വ്യവഹാരങ്ങളുടെയും കാത്തിരിപ്പിന്റെയും ശേഷമാണ്. അതൊരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ഇത്രയും നാളും വിധി വ്യവഹാരങ്ങൾ നടത്തി വാദപ്രതിവാദം നടത്തി വന്നിരിക്കുന്ന ഒരു വിധിയുടെ മുകളിൽ പിന്നെയും കക്ഷികൾക്ക് പോകാനായിട്ട് അനുവാദം കോടതി കൊടുത്തിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ അപ്പീൽ പോയതും റിവ്യൂ പെറ്റീഷൻ പോയതും ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ പോയതും പിന്നെ വീണ്ടും വേറെ എനിക്കിതിന്റെ എല്ലാവരുടെ പേര് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അങ്ങനെ കൂടെ എല്ലാം പോയതും ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും സർക്കാർ ഏതെങ്കിലും ഒരു കക്ഷിയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ ആണ് നമുക്ക് ഇത് എന്താണ്, എവിടെയാണ് നമ്മുടെ സമൂഹം പോയി നിൽക്കുന്നത്, ഇതൊരു അരാജകത്വത്തിലേക്ക് പോകുന്ന ഒരു രീതി. ഞാൻ സഭാ കേസ് മാത്രമല്ല പറയുന്നത്, പൊതുവിന്റെ ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ ഒരു വികാരമാണ് ഞാൻ ഇപ്പോൾ ഈ പറയുന്നത്. സഭാ കേസ് ഞാനൊരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ കൂടി ആയതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത്. അങ്ങനെ പോകുന്നത് ശരിയല്ല. കേരളത്തിന് ഗുണകരമായ എന്തെങ്കിലും ഒരു വിഷയത്തിലാണെങ്കിലും കേരള സർക്കാരിന് കേരളത്തിലെ ജനത്തെ മുഴുവൻ പ്രതികരിച്ച് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ ഇത് നമ്മളെ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇതിന് പോകുന്നത്. നമുക്കങ്ങനെ മനസ്സിലാക്കുന്ന ഒരു മാർഗങ്ങളൊന്നും കാണുന്നില്ല. ഈ പോകുന്നതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും നല്ല അജണ്ടകളുണ്ട് എന്ന ഒരു മനസ്സിലാക്കല് വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതാക്കാം. എനിക്ക് ഈ പത്രത്തിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ അനാവശ്യമായി പാവപ്പെട്ട ജനത്തിന്റെ പണം എടുത്ത് വിനിയോഗിച്ച് പോകുന്ന ഒരു പ്രവണത ഭരിക്കുന്ന തലങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് കൂടുതലാണ്. ഞാന് തമിഴ്നാട്ടിലും സെർവ് ചെയ്യുന്ന ഒരാളാണ്. അവിടെ മുഖ്യമന്ത്രി ജയലളിത ഉൾപ്പെടെ ഉള്ളവർക്ക് കോടതി വിധി വന്നപ്പം അവര് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ അവർ കോടതി വിധിയെ മാനിക്കുന്നുണ്ട്. കോടതി ഇപ്പൊ ജല്ലിക്കെട്ടിന്റെ കേസ് പറയുമ്പോഴും കോടതി തിരിച്ചു പറഞ്ഞപ്പോഴാണ് ഇതായത്. അതല്ലാതെ ജനം അനാവശ്യമായ നിയമം കയ്യിലെടുക്കാനായിട്ട് അവിടെ നിന്നും ഒരു സംസ്ഥാന സർക്കാരുകളും സമ്മതിക്കുന്നില്ല. കേരളത്തില് വിദ്യാഭ്യാസം കൂടി എന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. എനിക്കറിയത്തില്ല, ഞാൻ അതിന്റെ മറുവശം പറഞ്ഞതാണ്. അത് ഒരു പക്ഷം പിടിക്കുന്ന ഒരു കാര്യം. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു എക്സിക്യൂഷന്റെ കാര്യം. നമ്മളൊരു വിധി ഉണ്ടായിട്ട് അത് എക്സിക്യൂഷന്റെ കാര്യം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാല് നേരെ ചൊവ്വേ ഭരണം നടത്തുന്ന ഒരു
സംസ്ഥാനമാകുന്നുവെങ്കിലും ഒരു കോടതി വിധി വരുമ്പോൾ അതിന്റെ നിയമവശങ്ങൾ മുഴുവൻ പഠിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി. ഇതൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ ഇതിപ്പോ 4-5 വർഷമാകും. 2017 ജൂലൈ മുതൽ വിധി വന്നിട്ട് 4 വർഷം ഏകദേശമായി ഇല്ലേ? ഒരു വർഷം ഇതിനുള്ളിലാക്കാൻ ഈ വിധി നടപ്പിലാക്കാം. പക്ഷെ ഒന്ന് പഠിച്ചിട്ട് ഇന്ന സമയത്തിനുള്ളിൽ നടപ്പിലാക്കാം എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ സർക്കാരിന് കാണിക്കണം. അതിനകത്ത് എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാനുള്ള റൈറ്റൊക്കെ അവർക്കുണ്ട്. കാരണം സർക്കാർ തലത്തിലും ഉണ്ടല്ലോ നീതിന്യായ നിയമങ്ങളും ഒക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ. അതിനുശേഷം വളരെ വ്യക്തമായിട്ട് കോടതികൾ സ്ഥിരം ഇങ്ങനെ വിധികൾ വരുമ്പോൾ അതിനെ മാനിക്കാതെ ഇങ്ങനെ വിധിന്യായങ്ങൾ താമസിപ്പിക്കുന്ന ഒരു രീതി ഇവിടെ അരാജകത സൃഷ്ടിക്കുക. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ ഒറ്റ വാക്ക് സർക്കാർ പറഞ്ഞാൽ തീർന്നില്ല. ഇത് കോടതി നടപ്പിലാക്കിയിരിക്കണം. ഇത് അങ്ങനെ ഒരു രാജ്യമാണ്. ശബരിമല കേസിൽ കോടതി അങ്ങനെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ പറഞ്ഞല്ലോ, എന്തായാലും ശബരിമലയിലെ വിശ്വാസികളുടെ നമ്പർ ഒന്നും മലങ്കര ഓർത്തഡോക്സ് സഭയിലില്ല. മലങ്കര രണ്ടു കൂട്ടത്തിലുള്ള ആളുകളെ ഞാൻ എടുക്കുമ്പോഴാണ് പറയുന്നത്. ഹൈന്ദവ സഹോദരങ്ങളുടെ അത്ര നമ്പർ ഒന്നും ഇല്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം ഉറപ്പ് തരാം, ഓർത്തഡോക്സ് സഭ ഒരിക്കലും ഒരു കലാപത്തിനോ വെള്ളത്തിനോ പോവുകയില്ല. ഇതുവരെ പോയിട്ടില്ല. അതൊക്കെ പറയുന്നത്. ഇപ്പോഴും പോകാറില്ല. ഈ പള്ളി പിടുത്തമൊന്നും പള്ളി കൈയേറ്റൊന്നും പോകാൻ നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി അവിടെ പോയി ബഹളം വെക്കാനോ അവിടെ അടിച്ചു പൊട്ടിക്കാനോ അല്ല. അത് തന്നെ ഞാൻ പറയാം. ശബരിമലയ്ക്ക് അത് പറയാൻ പറ്റി. ഇവിടുത്തെ കാര്യം വരുമ്പോൾ അതിനകത്ത് തന്ത്രങ്ങൾ മെനയുന്ന ഒരു പരിപാടി കാണുന്നുണ്ട്. അത് ഈ എല്ലാവരും പറഞ്ഞൊരു ഭാഷ ഉണ്ടല്ലോ, അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അത് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതെന്തുകൊണ്ടായിരിക്കും? അതിനകത്ത് ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വെറും ഒരു രാഷ്ട്രീയം മാത്രമാണോ ഇത്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ വടക്കൻ ഭാഗത്ത് എല്ലാവരും ഒന്നുകിൽ UDF-നോട് ഈ യാക്കോബായ പക്ഷം എന്ന് പറയുന്നത് അല്പ ഭൂരിപക്ഷം കാണിക്കുന്നത് ഒരു ജില്ലയിൽ മാത്രമാണ്. ശരിയായ പരിശോധന നടത്തണം. എന്നിട്ട് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് കരുതി ശരിയാണെന്ന് പറഞ്ഞ് ചിന്തിക്കരുത്. നിങ്ങൾ പരിശോധന നടത്തുക. എറണാകുളം ജില്ലയിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ്. എറണാകുളം ജില്ലയിൽ ഓർത്തഡോക്സ് പക്ഷെ അത്ര മോശമൊന്നുമല്ല. ഭൂരിപക്ഷം നോക്കുമ്പോൾ അവര് കൂടുതലായിരിക്കും. ഒരു രാഷ്ട്രീയ നിലവാരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ബാക്കി ഒരു ജില്ലയിലും പക്ഷെ ഈ രണ്ട് വിഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ആർക്കാണ് ഭൂരിപക്ഷം ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതുണ്ട്. പക്ഷെ ഓർത്തഡോക്സ് സഭ ഒരിക്കലും അങ്ങനെ ഒരു വോട്ട് ലക്ഷ്യം വെച്ച് ഒന്ന് തന്നെ അവർക്ക് വോട്ട് കൊടുക്കുക ഇവർക്ക് വോട്ട് കൊടുക്കുന്നു പറയുന്ന ഒരു പാരമ്പര്യമില്ല. 1-2 ചില സ്പെസിഫിക് കേസസ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ മുൻ ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ പൊതുവെ നോക്കുമ്പോൾ ഓർത്തഡോക്സ് സഭ ഒരിക്കലും ഒരു ഭീഷണി സ്ഥലത്തിൽ വോട്ട് കൊടുക്കും. ജനത്തിന് വിവേകമുണ്ട്, അവരത് ചെയ്തുകൊള്ളും എന്ന ഒരു ധാരണയിൽ മാത്രം പോകുന്ന ഒരു സഭയാണ്. എന്നാൽ മറുപക്ഷം അങ്ങനെയല്ല. അവര് കഴിഞ്ഞ ലോകസഭാ ഇലക്ഷനിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇന്നസെന്റ് MP ആയിട്ട് മത്സരിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട പിതാവ് വിളിച്ചു പറഞ്ഞ് എല്ലാവരും LDF സ്ഥാനാർത്ഥിയായ ഇന്നസെന്റ് വോട്ട് കൊടുക്കണമെന്ന്. പക്ഷെ ജയിച്ചതാരാണ്? സഭാംഗം കൂടിയായ ആ വിഭാഗത്തിന്റെ ഭാഗം കൂടിയായ ബെന്നി ബെഹനാനാണ് വിജയിച്ചത്. അങ്ങനെയുള്ള തന്ത്രങ്ങളൊന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് അറിയത്തില്ല. ആ തന്ത്രത്തെ ആയിരിക്കാം ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ചിലപ്പോൾ ഭയക്കുന്നത്. അതൊരു വിഷയം. പക്ഷെ അത് മാത്രമാണോ ഇത് എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. വേറെ ചില വിഷയങ്ങളും ഇല്ലേ എന്നുള്ളത് പരിശോധിക്കണം. അത് പരിശോധിക്കാതെ എനിക്കൊന്നും പറയാൻ ഒക്കെയല്ല. പക്ഷെ സംശയങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ പത്രസമ്മേളനത്തിലുൾപ്പെടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇലക്ഷനില് പരസ്യമായി ഞങ്ങൾ അങ്ങനെ പറയില്ല, അങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ വിവേകമുള്ള തീർച്ചയായിട്ടും ആ സ്റ്റാൻഡ്, സഭയുടെ സ്റ്റാൻഡ് എപ്പോഴും അങ്ങനെയാണ്. സഭാമക്കളോട് പറയേണ്ട കാര്യമില്ല. തീർച്ചയായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ചേർന്ന് നിൽക്കുന്ന സഭാംഗങ്ങൾ സഭയിലുണ്ട്. അവര് അവരുടെ ആ രാഷ്ട്രീയ രീതിയിലേക്ക് പോവുള്ളൂ. എന്നാൽ പൊതു നിലവാരം കാത്തു സൂക്ഷിക്കുന്ന സഭാമക്കൾ സഭയുടെ അവസ്ഥയെ കുറിച്ചൊക്കെ പഠിച്ച് കുറച്ച് ഒരു നല്ല ബന്ധവും അങ്ങനെ ആയിരിക്കും. വിവേകത്തോടെ മാത്രമേ പെരുമാറുകയുള്ളൂ. സഭ അതിന് പ്രത്യേകിച്ചൊരു നിർദ്ദേശങ്ങളോ എന്തെങ്കിലും അങ്ങനെ കൊടുക്കേണ്ട കാര്യം ഇല്ല എന്നാണ് എന്റെ ഒരു ധാരണ. പക്ഷെ എങ്കിലും പോലും ആ ഒരു തരത്തിലേക്കുള്ള ഒരു നിർദ്ദേശം കൊടുത്തില്ലെങ്കിൽ പോലും അത്തരത്തിലൊരു ചിന്താഗതി അവരുടെ മനസ്സിലുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ
നമ്മളൊന്നും തന്നെ പറയേണ്ട കാര്യമില്ല. കാരണം ഈ പച്ചവെള്ളം പോലെ മാധ്യമങ്ങളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെ ഒക്കെ നമ്മുടെ ജനത്തിന് മനസ്സിലാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഈ ചർച്ച തന്നെ ഈ ചർച്ചയ്ക്ക് പോകുന്നത് അപകടമാണ് എന്ന് ഒരുപാട് പേര് ഉപദേശിച്ചതാണ്. എന്നിട്ട് പോലും ഒരു ഗുണത്തിന് വേണ്ടി ഇത് ഭവിക്കുന്നുവെങ്കിൽ ഭവിക്കട്ടെ, നമുക്ക് പറയാനുള്ള നിലപാടുകൾ എന്താണെന്ന് വെളിപ്പെടുത്തി കൃത്യമായി സഭ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സഭ ഒന്നായി മുന്നോട്ട് പോകണമെന്നുള്ള ധാരണയിൽ ആണ് ഈ ചർച്ചയ്ക്ക് പോയത്. പക്ഷെ അതിനകത്ത് പോലും ഉണ്ടായ കല്ലുകടിയും ജനത്തിന് അത്ര പൊട്ടന്മാരാണ് നമ്മുടെ ജനം. അത് ഞങ്ങളുടെ ജനത്തോട് പറയണോ കല്ലുകടി ഉണ്ടായത്? അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അത് അവർക്ക് ഉചിതമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ടെന്നാണ് എന്റെ ധാരണ. ഓക്കെ, ഏതായാലും നിലപാട് വ്യക്തമാണ്. ഈ നിർദ്ദേശം കൃത്യമായി കൊടുക്കുമെങ്കിൽ പോലും സഭയുടെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഓർത്തഡോക്സ് സഭയ്ക്ക് നേരിട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയപരമായി അവരുടെ അവകാശം വിനിയോഗിക്കും എന്നാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സഭയുടെ ഒരു നിലപാടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എനിക്ക് വ്യക്തതയില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, LDF ആയാലും UDF ആയാലും ഇവർ രണ്ടുപേരുമാണല്ലോ പ്രബലമായ രാഷ്ട്രീയ കക്ഷികളാണ് നിൽക്കുന്നത്. രണ്ടു ഭാഗത്തുമുള്ള ഈ ഇലക്ഷനിൽ നിന്ന് വിജയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഈ സഭാ വിഷയത്തിൽ അവരുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് ഒന്ന് വെളിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് എന്റെ ഒരു രീതി. സഭ പറഞ്ഞിട്ടില്ല കേട്ടോ, ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ല. പക്ഷെ എന്റെ വ്യക്തിപരമായ ഒരു ചിന്തയാണ് പറയുന്നത്. ഏകദേശം 140 MLA നമ്മുടെ കേരളത്തിലുണ്ട്. ഈ രണ്ട് ഭാഗത്തുള്ള MLA എന്താണ് അവരുടെ സ്റ്റാൻഡ്? അവരിതൊരു വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. അവർ വളരെ തന്ത്രപരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് ജനം വോട്ട് ചോദിക്കാൻ ചിലപ്പോൾ ചോദിക്കട്ടെ, അവരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ്? ഈ സഭയെ കുറിച്ച് സ്റ്റാൻഡ് എന്താണ്? സഭാ വിഷയത്തെ കുറിച്ച് സ്റ്റാൻഡ് എന്താണ്? ചോദിക്കട്ടെ. ചോദിക്കാതെ വോട്ട് കൊടുക്കുന്നെങ്കിൽ കൊടുത്തോട്ടെ. ഞാൻ വേറൊരു രീതിയിലാണ് ഇത് പറയുന്നത്. കാരണം അവരെല്ലാവരും സ്റ്റാൻഡ് വെളിപ്പെടുത്തണം. ഇലക്ഷന്റെ സമയം വരുമ്പോ കൈയൊപ്പിന്നാൽ മാത്രം പോരാ, മതിയോ? അതിനു മുമ്പും പിമ്പും ഒക്കെ ഒരു സമൂഹത്തിലൊരു ചലനം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നീതി എവിടെയെന്നും നിയമത്തിന്റെ ഇത് എവിടെയെന്നൊക്കെ ഉള്ളത് പറഞ്ഞ് ജനത്തെ ബോധവൽക്കരിക്കുന്ന ഉത്തരവാദിത്വം കൂടി ഈ തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്ന പ്രതിനിധികൾക്കുണ്ട്. അത് ആരോടൊക്കെയുള്ള മമതയോ സ്നേഹമോ ഒക്കെ കൊണ്ട് ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് സമയമാകും വന്ന് കൈകൂപ്പി നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവണത എനിക്ക് ഒരു സാധാരണ മനുഷ്യനെന്ന നിലയ്ക്ക്, നമ്മളിത് ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ആളാണ്. എനിക്ക് രാഷ്ട്രീയമില്ലാത്ത ആരാണെന്നൊന്നും എനിക്ക് അറിയാൻ മേല. ഇനി അങ്ങനെയാണോ ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ പറയുന്നത്. ഈ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ത്യയുടെ നീതിന്യായ നിയമം അനുസരിച്ച് ഞാൻ ഇതെല്ലാം ചെയ്തുകൊള്ളാം എന്ന് പറയുകയും ഒരു പള്ളിയിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ആക്രമണകാരിയുടെ കൂടെ നിന്നുള്ള ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന MLA-മാരും MP-മാരും ഒക്കെ നമ്മുടെ നാട്ടില് കാണുന്നു. അത് എങ്ങനെയാണ് അതിനോടൊക്കെ നമ്മള് പ്രതികരിക്കേണ്ടത്? അതും കഴിവതും ഇപ്പൊ ഞങ്ങളൊന്നും പ്രതികരിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അവരിപ്പോ പല കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും ഞങ്ങള് എന്നെ പേഴ്സണലായിട്ട് തെറ്റൊന്നും ചെയ്തുകൊണ്ട് അവര് പത്രവാർത്ത വരെ ഇപ്പൊ ഇട്ടുകൊടുക്കും. ഞാൻ ഒരു സഭയുടെ ഔദ്യോഗിക നിലപാട് അറിയിച്ചപ്പോൾ അതിന് പകരം ആ ഔദ്യോഗിക നിലപാടിനല്ല പ്രതികരിക്കുന്നത്, എന്നോടാണ് പ്രതികരിച്ച് കാണുന്നത്. എന്നിട്ട് നമ്മൾ അതിനോടൊന്നും പ്രതികരിക്കാതെ പോവുകയാണ്. അതൊന്നും നമ്മുടെ ഒരു ലാംഗ്വേജിൽ പെട്ട വിഷയങ്ങളല്ലാത്തതുകൊണ്ട്